ഇന്ന് മെഡിക്കൽ കോളേജിലേക്ക് പൊതിച്ചോറ് കൊടുക്കേണ്ട ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ എണീറ്റു. പുറത്തെ അടുപ്പിലാണ് ഞങ്ങൾ ചോറ് വയ്ക്കുന്നത് കേട്ടോ. ഇത് അറക്കപ്പൊടി അടുപ്പ് എന്ന് പറയും. അറക്കപ്പൊടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മരത്തിൻ്റെ പൊടി നിറച്ചിട്ടുള്ള ഈ അടുപ്പിൽ നിറച്ചിട്ട് കത്തിക്കുന്നതാണ്. അപ്പോൾ ചോറ് മാത്രം പുറത്തെ അടുപ്പിലാണ് വയ്ക്കുക, ബാക്കി കറികളൊക്കെ അകത്ത് തന്നെ വയ്ക്കും. അങ്ങനെ പൊതിച്ചോറിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പലതവണ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് അച്ചാച്ചനും അച്ചമ്മയും ഞാനും ഒക്കെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്തൊക്കെ കൂടെയുള്ളവരും ഒക്കെ രോഗികൾക്കും എല്ലാം നമ്മൾ അവിടെ നിന്നാണ് പൊതിച്ചോറ് വാങ്ങിച്ചിട്ടാണ് കഴിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് ഒരു പ്രാവശ്യമെങ്കിലും കഴിച്ചവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ എത്ര നന്നായി കൊടുക്കാൻ പറ്റുമോ അത്രയും നന്നായി കൊടുക്കണം എന്നാണ് ഓരോ പ്രാവശ്യം ആഗ്രഹിക്കാറ്. ഓരോ തവണ പൊതിച്ചോറ് വരുമ്പോഴും സന്തോഷമാണ് അത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളിപ്പോൾ ഒരു പൊതി കിട്ടി, അത് തുറന്ന് നോക്കുമ്പോൾ അത് തുറക്കണേക്കാളും മുന്നേ ഒരു ആകാംക്ഷയാണ് അത് കിട്ടുന്നവർക്ക്. ഇതിലെന്തായിരിക്കും, ഇന്ന് സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടായിരിക്കുമോ, അങ്ങനെയൊക്കെയുള്ളൊരു അനുഭവിച്ചറിഞ്ഞത് കൊണ്ട് അതറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പൊതി അത് ആരാണ് കഴിക്കുന്നതെന്നറിയില്ല, ആർക്കാണ് കിട്ടുന്നതെന്നറിയില്ല. പക്ഷേ അത് കിട്ടുന്ന ആൾക്ക് അത് കഴിക്കുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷം ഉണ്ടാവണം. കഴിക്കുമ്പോൾ അത് കൊടുത്ത ആളെ ഒന്ന് ഓർക്കെങ്കിലും ചെയ്യണം. ആ ഒരു ചിന്തയിലാണ് എത്ര നന്നായി കൊടുക്കാൻ പറ്റുമോ അത്രയും നന്നായി കൊടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ സാമ്പാർ ചാറുകറി എന്തെങ്കിലും ആണെങ്കിൽ അത് അതിൽ തന്നെ ഒഴിക്കില്ല, ഇങ്ങനെ സെപ്പറേറ്റ് പൊതിഞ്ഞ് കവറിലാക്കി വയ്ക്കുകയുള്ളൂ. അപ്പോൾ അത് കഴിക്കുന്നവർക്കും അങ്ങനെയായിരിക്കും കൂടുതൽ ഇഷ്ടം എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ വാസേട്ടൻ്റെ വീട്ടിലാണ് പൊതിച്ചോറൊക്കെ എല്ലാവരും കൊണ്ട് വെക്കുന്നത്. അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ട് പിന്നെ അങ്ങനെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷമാണ് പൊതിച്ചോറ് കൊടുക്കുക എന്ന് പറയുന്നത്. ഒരു തവണയെങ്കിലും വാങ്ങി കഴിച്ചവർക്ക് അതിൻ്റെ വാല്യൂ അറിയാം.